മാന്യ സദസ്സിനെ എന്റെ വിനീതമായി കൂപ്പുകൈ. ആദരണീയരായ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, വായനാ ദിനവുമായി ബന്ധപ്പെട്ട വായനാശീലം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിനായി അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഒരു നാടിന്റെ മനസ്സിലുള്ള ഇരുട്ട് മാറ്റാൻ ആ നാട്ടിലെ വായനാശാലയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ബോധത്തോടെ പ്രവർത്തിച്ചവരെയും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഓർമ്മിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒരു നല്ല ഗ്രന്ഥശാല സർവകലാശാലയാണെന്ന് അഭിപ്രായപ്പെട്ട കാർലൈന്റെ വാക്കുകൾ പറയാതെ പോകവയ്യ. നല്ല ഗ്രന്ഥശാല എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആശയം വളരെ വിശാലമാണ്. ഗ്രന്ഥശാല എന്ന പദത്തിന് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്നേ അർത്ഥമുള്ളൂ. എങ്കിലും ആ വാക്ക് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ഗ്രന്ഥശാലയുടെ മഹത്വം. എങ്കിലും ആ വാക്ക് കേൾക്കുന്ന വ്യക്തിക്ക് നൽകുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ഗ്രന്ഥശാലയുടെ മഹത്വം. സാംസ്കാരികമായ മുന്നേറ്റം ഒരു നാടിനെ കരഗതമാകണമെങ്കിൽ അവിടെ ഗ്രന്ഥശാല ഉണ്ടാകണം. നാടിന്റെ അമരത്ത് കർമ്മ പദ്ധതിയുമായി ഗ്രന്ഥശാല നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അരാജകത്വത്തിൽ നിന്നും നാടുണരുന്നതും പുരോഗതിയിലേക്ക് നീങ്ങുന്നതും. ഗ്രന്ഥശാലയുടെ മഹത്വവും മാനവീകരണവും മറ്റൊരു പ്രധാന വിഷയമാണ്. നമ്മുടെ ഗ്രന്ഥപാരായണത്തെക്കുറിച്ചും വായനയെക്കുറിച്ചുമാണ് സംസാരിക്കേണ്ടത്. വായന അനുഗ്രഹീതമായ ഒരു കഴിവാണ്. മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരു കർമ്മം അഥവാ ധർമ്മം ആണ് വായന. നിരക്ഷരനായ ഒരു മനുഷ്യനും മൃഗവും തമ്മിൽ ഭേദമില്ല. വായന മനസ്സിന്റെ ഭക്ഷണമാണെന്ന് ഒരു പ്രസ്താവനയുണ്ട്. മനസ്സിന്റെ വിശപ്പ് ശാരീരിക പോഷണത്തിന് വേണ്ടിയുള്ളതല്ല, ചിന്തയുടെ പോഷണമാണ് വായന നൽകുന്നത്. ചിന്തിക്കാത്തവന് ലോകത്തെ മാറ്റാനാവില്ല. ചാന്ദ്രയാൻ വരെ എത്തിയ ഇന്ത്യയുടെ ശാസ്ത്രചിന്ത ആഴത്തിൽ വേരോടിയത് വായനയിലാണ്. ഞാൻ ഒരു രാജാവല്ലായിരുന്നു എങ്കിൽ ബാസിലിയൻ ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജെയിംസ് ഒന്നാമൻ ഒരിക്കൽ പറയുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുളെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഒരു രാജാവ് രാജ്യത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. രാജ്യത്തെ സൂക്ഷിക്കുക എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അത്രയും പ്രയാസകരമായ ജോലി നിർവഹിക്കുന്നതിന് പോലും ആയാസം നൽകാൻ വായനയ്ക്ക് കഴിയും. പുസ്തകത്തെ സ്നേഹിക്കുക വിശ്വസ്നേഹമാണ്. പുസ്തകത്തെ സ്നേഹിക്കുക വിശ്വസ്നേഹമാണ് എന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വായന നമ്മുടെ സ്വഭാവത്തിനും സംസ്കാരത്തിനും ശക്തമായ പരിവർത്തനം ഉണ്ടാക്കും. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ വായന എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. പ്രസംഗം ഒരു കലയാണ്. മനുഷ്യനെ പിടിച്ചിരുത്തുവാനും ചിന്തിപ്പിക്കുവാനും പരിവർത്തിപ്പിക്കുവാനും ഉതകുന്ന കല. അതിനേക്കാൾ എത്രയോ ആഴമുള്ളതും ദൃഢവുമാണ് വായന. വായന മനുഷ്യനിൽ വളർത്തുന്ന വിപ്ലവം. അറിവില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക, പഠിച്ചു വച്ചിരിക്കുന്നതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുക, നൂതനമായ ചില വസ്തുതകൾ മനസ്സിലേക്ക് നയിക്കുക. ഇതെല്ലാം വായനയിൽ നിന്നും ലഭിക്കുന്നതാണ്. വായന മനുഷ്യനിൽ നിറയ്ക്കുന്നത് ആഹ്ലാദമാണ്, ചിന്തയാണ്, ആലോചനയ്ക്കുള്ള കഴിവാണ്, മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഉണർവാണ്. വായനയ്ക്ക് ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഗ്രന്ഥങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണ്. നല്ല ചങ്ങാതി കണ്ണാടിയാണ്. സ്വയം കാണാനും മറ്റുള്ളവർക്ക് നമ്മെ കാണാനും ഉതകുന്ന കണ്ണാടി. ചങ്ങാതി നന്നായില്ലെങ്കിൽ ആപത്തൊഴിഞ്ഞ കാലമില്ല. അതുപോലെയാണ് വായനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥങ്ങളുടെയും അവസ്ഥ. നല്ല ഗ്രന്ഥങ്ങൾ നമ്മെ ഉത്തമവും വിശ്വസ്തവും സത്യസന്ധവുമായ മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ അധമ ഗ്രന്ഥങ്ങൾ നമ്മെ തെറ്റായ വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകും. അച്ചടക്കവും സംസ്കാരവും കർത്തവ്യബോധവുമുള്ള കർമ്മോത്സുകരായ ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുവാൻ വായനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. തെളിഞ്ഞ വായന മനുഷ്യന്റെ മഹത്വം വിളിച്ചു പറയുന്നു. വായനാശീലമുള്ള ഒരു വ്യക്തി പക്വതയുള്ള മനസ്സിന്റെ ഉടമയായിരിക്കും. വായനയുടെ ഉത്തമ ഗുണങ്ങളെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ഒരു വ്യക്തിയെ, അത് വിദ്യാർത്ഥിയായാലും അധ്യാപകനായാലും പ്രാപ്തനാക്കുന്നത് വായന തന്നെയാണ്. പക്വമതിയായ വ്യക്തി വാഗാത്മിയായിരിക്കും, വാചാലനായിരിക്കുകയില്ല. മിതവും അർത്ഥവത്തുമായി സംസാരിക്കുന്നവനാണ് വാഗാത്മി. സ്നേഹവും സഹവർത്തിത്വ മനോഭാവവും നല്ല വായനാശീലമുള്ളവന്റെ ഗുണങ്ങളാണ്. വായന ഒരു ശീലമാക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇനി വായിച്ചിട്ട് തന്നെ കാര്യം എന്നുറപ്പിക്കുകയും വായന തുടങ്ങുകയും ചെയ്യുക ആരംഭശൂരത്വമാണ്. അവർ ഒരിക്കലും തുടർ വായനക്കാരാവുകയില്ല. ഭക്ഷണം പോലെയാണ് വായനയും. വിശപ്പിനാണ് ഭക്ഷണം. നല്ല ഭക്ഷണം ഒരു വ്യക്തിക്ക് ആഹ്ലാദമാണ് നൽകുക. ശരീര പോഷണവും മറ്റും ആഹാരത്തിന്റെ സാധാരണ ധർമ്മങ്ങളാണ്. അതുപോലെ വേണം വായനയും. വാരി വലിച്ചു വായിക്കുക, പുസ്തകപ്പുഴുവായിരിക്കുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ വാരി നിറയ്ക്കാൻ ശ്രമിക്കുക തുടങ്ങിയവ വായനയെ കെടുത്തും, മനസ്സിന്റെ ഉണർവിനെ നശിപ്പിക്കും. വായന മനസ്സിന് നൽകുന്ന ആഹ്ലാദമാണ് ശാശ്വതം. അത്തരം ആഹ്ലാദത്തിൽ നിന്ന് ലഭിക്കുന്നതും ആഹ്ലാദം തന്നെയാണ്. വളരെ വായിക്കലല്ല, വഴിയെ വായിക്കലാണ് വേണ്ടത്. ഇതിനർത്ഥം വായിച്ചു തള്ളുകയല്ല, വായിച്ചു കൊള്ളുകയാണ് വേണ്ടത്.
ആവശ്യബോധത്തിൽ നിന്നും ജനിക്കുന്ന വായന തീവ്രവും സത്യസന്ധവും സൂക്ഷ്മവും ആകും. വായന വരികൾക്കിടയിലൂടെ വേണം എന്ന് ചിലർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊരു പ്രയോഗമാണ്. വരികൾ തരുന്ന ഒരർത്ഥമുണ്ട്. വാക്കുകളുടെ പാരസ്പര്യത്തിൽ ജനിക്കുന്ന ഒരർത്ഥവുമുണ്ട്. ഇതറിഞ്ഞ് വായിക്കുന്ന ഒരാൾ മാത്രമേ നല്ല വായനക്കാരനാകുന്നുള്ളൂ. അർത്ഥമറിയാതെ വായിക്കുന്നവൻ പൊതിക്കാതെ തേങ്ങ ആസ്വദിക്കുന്ന പോലെ വിഡ്ഢിയാണ്. ഒരുവന്റെ യഥാർത്ഥ ശക്തി എന്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ പറയുകയുണ്ടായി, ജ്ഞാനമാണ് ഒരാളുടെ യഥാർത്ഥ ശക്തി. ശാരീരിക കരുത്തും ശക്തമായി കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് ജ്ഞാനം വേണം. ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും വിപുലമായ അറിവും ധാരണയും പകർന്നു തരാൻ വായന കൊണ്ട് മാത്രമേ കഴിയാറുള്ളൂ. ദുഃഖത്തിൽ ആശ്വാസം തരുന്നത് ഉത്തമ ഗ്രന്ഥങ്ങളാണ്. ഹൃദയവികാസമാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും ഉയർത്തി നിർത്തുന്ന സുപ്രധാനമായ ഒരു ഘടകം. ജ്ഞാനം ലഭിക്കുന്നത് വായനയിലൂടെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ അറിയപ്പെടുന്ന വായനക്കാരനായിരുന്നു. ഒരു പുസ്തകം ലഭിക്കാൻ വേണ്ടി എത്ര ദൂരം താണ്ടാനും മടിയില്ലാതിരുന്ന അദ്ദേഹം ജീവിതം പഠിച്ചതും അമേരിക്കയെ നേതൃത്വ നിരയിലേക്ക് നയിച്ചതും വിജ്ഞാനം ദൃഢമാക്കുന്ന വായനയിലൂടെയായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാധാകൃഷ്ണനുമെല്ലാം നല്ല വായനക്കാരായിരുന്നു. നാടിന്റെ ആവശ്യം എന്താണെന്നറിയുകയും നാടിനെ നയിക്കാൻ വേണ്ട അഹിംസാതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഗാന്ധിജി വായനയുടെ മഹത്വം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഗാന്ധിക്ക് നൽകിയ ധൈര്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ പരിമളമായി നാം ആസ്വദിക്കുന്നത്. എമേഴ്സൺ പറഞ്ഞ ഒരു വാക്യം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ. ഒരു മഹാപുരുഷൻ ഒരു വലിയ വായനക്കാരനായിരിക്കും. വായനയുടെ മഹത്വത്തെക്കുറിച്ചും വായന ഒരു ശീലമാക്കിയാൽ ജനിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് ഇതുവരെയും സംസാരിച്ചത്. സ്നേഹം, ജീവകാരുണ്യം, ധാർമ്മിക ബോധം എന്നിവ ജനിപ്പിക്കുന്ന കൃതികൾ വായിക്കുന്നതിലൂടെ നമ്മൾ ശരിയായ കുടുംബം വാർത്തെടുക്കുന്നതിലും രാഷ്ട്രത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിലും പ്രാപ്തരാകും. കുടുംബം പോറ്റാൻ അറിയാത്തവനെ ജീവിതത്തിൽ ദൃഢചിത്തനാവുക എന്നത് ബാലികേറ മല തന്നെ. സ്വയം അറിയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടാനും നാം നല്ല വായനക്കാരനായേ തീരൂ. വായന ആവശ്യബോധത്തോടെ ആകുമ്പോൾ മുഷിയുകയില്ല. ഒരു നല്ല സമൂഹം വളരാൻ വളമായി വായന ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.